സംശുദ്ധമായ പരിശുദ്ധ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും ക്രിസ്മസിന്റെ ഈശോയുടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ആശംസിക്കുന്നു. ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി ഇന്നേ ദിവസം നമ്മളെ അനുധാവനം ചെയ്യട്ടെ, ജീവിതകാലം മുഴുവനിലേക്കും ഇന്ന് തുടങ്ങി എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന ഏക വചനത്തിൽ കൊണ്ടാണല്ലോ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെ വളരെ സമ്യക്കായി ദൈവശാസ്ത്രപരമായി നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് എത്രയോ ചേർച്ചയായിരിക്കുന്നു. സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ വചനം മാംസമാകണമെന്നുള്ളതാ. വചനം ഉച്ചരിക്കപ്പെട്ടാൽ നമുക്കത് ശ്രവിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വചനം ലിഖിതമായാൽ നമുക്കത് വായിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മാംസം ധരിച്ച വചനത്തെ മാത്രമേ നമുക്ക് സ്പർശിക്കുവാനും ആശ്ലേഷിക്കുവാനും ചുംബിക്കുവാനും പങ്കുവെക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാ. അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ പാരമ്യത മാംസമാകുന്ന വചനത്തില്. എന്തിനു വേണ്ടിയാ വചനം മാംസമായത്? ഒറ്റ ഉത്തരമേ എനിക്ക് ലഭിക്കുന്നുള്ളൂ. ഈശോ വാക്കുകൾ കൊണ്ടല്ല, മാംസം കൊണ്ട് വചിച്ചവനായിരുന്നു. അവിടുത്തെ മുറിവേൽക്കുന്ന സ്നേഹത്തെയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. ക്രിസ്തു സ്നേഹത്തിന്റെ പാരമ്യത കുരിശിലെ മുറിവുകളിലും അവിടുത്തെ പീഡാനുഭവ രഹസ്യങ്ങളിലുമായിരുന്നു. അതുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട്, സ്വന്തം ശരീരം കൊണ്ട് സ്നേഹത്തിന്റെ പ്രഘോഷണം നടത്തുന്ന രഹസ്യത്തെയാ നമ്മൾ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈശോയുടെ തിരുജനനത്തിൽ ക്രിസ്തു രഹസ്യങ്ങളുടെ മുഴുവൻ സംഭവ പരമ്പരകളുടെയും ഒരു മുന്നാസ്വാദനം തന്നെ, അഥവാ ഒരു സംഗ്രഹം തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുറിവുകൾ കൊണ്ട് വചിക്കുന്ന സ്നേഹം, മാംസം കൊണ്ട് വചിക്കുന്ന സ്നേഹം. യേശു ഭഗവാൻ എന്ന് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ പൊതുവെ ഈശോയെ വിളിക്കാറുണ്ടല്ലോ. അത് വളരെ ഉചിതമായിരിക്കുന്നതാ. അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം പരിശോധിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്ന പദം വരുന്നത് ഭജ് എന്ന സംസ്കൃത മൂലത്തിൽ നിന്നാണ്. ഭജ് എന്ന ക്രിയാരൂപത്തിന്റെ അർത്ഥം മുറിക്കുക, പങ്കുവെക്കുക, വീതം വെച്ച് കൊടുക്കുക എന്നൊക്കെയാണ്. ഭജ് എന്ന പദത്തിൽ നിന്നാണ് ഭഗത് എന്ന പദം വരുന്നത്. ഭഗത് എന്ന പദത്തിന്റെ അർത്ഥം സമ്പത്ത് എന്നുള്ളതാ. സ്വന്തം സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നവനാരോ അവനെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഒരുവന് പങ്കുവെക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ ശരീരം തന്നെയാണ് പോലും. അതുകൊണ്ട് ശരീരം പോലും മുറിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിക്കുവാൻ തയ്യാറുള്ളവരാരോ അവനാ യഥാർത്ഥ ഭഗവാൻ എന്നുള്ളതാ ദർശനം. ഇതാ തിരുജനനത്തിലൂടെ ഉദ്ഘാടനം ചെയ്ത വിശുദ്ധ കുർബാനയുടെയും വിശുദ്ധ കുരിശിന്റെയും ഒക്കെ രഹസ്യാത്മകത എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈശോ വചനം മാംസമായി അവതരിച്ചത് മാംസം കൊണ്ട് വചിക്കുന്നതിന് വേണ്ടിയാ. മാംസം കൊണ്ട് തന്നെ ഉദാത്തമായ സ്നേഹത്തിന്റെ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാ. മാംസത്തിൽ മുദ്രവെക്കുന്ന, മുറിവുകളിൽ മുദ്രവെക്കുന്ന സ്നേഹമാ ഉത്കൃഷ്ടമായ സ്നേഹം എന്നുള്ള സന്ദേശമാ ക്രിസ്തുമസിന്റെ സന്ദേശം. അതുകൊണ്ട് തന്നെ നമ്മളും ക്രിസ്തുമസിന്റെ സന്ദേശമായിട്ട് ഉൾക്കൊള്ളേണ്ടത് പങ്കുവെക്കുക, കൊടുക്കുക, മാംസം കൊണ്ട് വചിക്കുവാൻ പഠിക്കുക എന്നുള്ള സന്ദേശമാണെന്ന് തോന്നുന്നു. ടാഗോറിന്റെ ഉത്കൃഷ്ടമായ ഒരു ഭാവനയുണ്ടല്ലോ ഗീതാഞ്ജലിയിലെ 50-ാമത്തെ കാവ്യം. ഭിക്ഷാടകനായ ഞാൻ ഇന്ന് ചെന്നുപെട്ടിരിക്കുന്നത് രാജവീതിയില. അങ്ങേ തലക്കിൽ നിന്നും രാജാവ് തൻ്റെ തേരിൽ എഴുന്നള്ളി വരുന്നുണ്ട്. എനിക്ക് സന്തോഷമായി. രാജാവ് തേര് നിർത്തി എൻ്റെ തൊട്ടരികിലേക്ക് ഇറങ്ങി വരികയാ. മുട്ടുകുത്തി നിൽക്കുന്ന എൻ്റെ അരികിലേക്ക്. എനിക്ക് അധികം സന്തോഷമായി. ഇന്ന് കൈ നിറയെ കിട്ടുമല്ലോ എന്നുള്ളത്. രാജാവ് തേരിൽ നിന്നിറങ്ങി എൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് വല്ലതും തരണേ എന്ന് ഭിക്ഷാടകനായ എന്നോട് പറയുകയാ. ഇതാ യഥാർത്ഥമായ ക്രിസ്തുമസ്. രാജാവായ ദൈവം ഭിക്ഷാടകന് മുന്നിൽ കൈനീട്ടുന്ന ദൈവം. ഇതാ നൽകലിൻ്റെ പാഠം. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഒരു ചെറിയ ധാന്യമണി മാത്രം രാജാവിന് ഭിക്ഷയായി നൽകി. അന്ന് രാത്രി എൻ്റെ ഭണ്ഡാരം അഴിച്ച്, എൻ്റെ പാണ്ടപ്പെട്ടി അഴിച്ചു നോക്കി, ധാന്യങ്ങളെല്ലാം കുടഞ്ഞിട്ടപ്പോൾ ഒരു ധാന്യമണി മാത്രം സ്വർണമണിയായി മാറിയിരിക്കുന്നു. എനിക്ക് സങ്കടമായി പോയി. എൻ്റെ ധാന്യങ്ങൾ മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ കുടഞ്ഞിട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്ത് വലിയ സമ്പന്നനാകുമായിരുന്നുള്ളത്. സ്നേഹമുള്ളവരെ,
രാജാവിൽ നിന്നും യാചകനിലേക്കുള്ള തീർത്ഥാടനമാണ് വിശുദ്ധ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പരമമായ സന്ദേശം, വചനം മാംസം ധരിക്കുന്നത് മാംസം കൊണ്ട് വചിക്കുന്നതിന് വേണ്ടിയാ. അത് മുറിച്ചു നൽകുന്നതിൻ്റെ, പങ്കുവെക്കലിൻ്റെ, സ്നേഹത്താൽ നിർബന്ധിതമായ നൽകലിൻ്റെ, ആത്മദാനത്തിൻ്റെ സന്ദേശമാകുന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. മാംസം കൊണ്ട് വചിക്കുമ്പോൾ നമ്മുടെ നന്മകളുടെയും കുറവുകളുടെയും തിന്മകളുടെയും പോലും ധാന്യമണികളെല്ലാം സുവർണമണികളായി മാറുന്നതിൻ്റെ അത്ഭുതം ജീവിതങ്ങളിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. ആമേൻ.